കല്യാണ തട്ടിപ്പ് നടത്തുന്ന രോഹിണി എന്ന പെൺകുട്ടിയെ മെൻസ് ആർമി എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾ വഴി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. അവൾ കല്യാണം കഴിച്ച് തട്ടിപ്പ് നടത്തിയ ആളുകളാണ് ആ മെൻസ് ആർമിയിലുള്ളത്. അവൾ മറ്റൊരു തട്ടിപ്പിന് തയ്യാറെടുക്കുമ്പോഴാണ് മെൻസ് ആർമി അവിടേക്ക് വന്ന് അവളെ പിടികൂടുന്നത്. ആ സ്റ്റേഷനിലെ SHO ആയ മനോജ് അവളെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും അവളൊന്നും പറയുന്നില്ല. അവൾ ആരോ ഭയക്കുന്ന പോലെയൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. അവിടുത്തെ ലേഡി കോൺസ്റ്റബിളും അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ആദ്യമൊന്നും അവൾ അതിന് ഉത്തരം പറയുന്നില്ല. പിന്നീട് അവൾ ഇതിനെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം പറയുന്നു. രോഹിണിയുടെ അച്ഛൻ മരിച്ച ശേഷം അമ്മയുമായി രോഹിണി മൈസൂരിലേക്ക് വരുന്നുണ്ട്. അവിടെ അരുൾ എന്ന ആളുമായി പരിചയത്തിലായി അവൾ ഇഷ്ടത്തിലാവുന്നു. രോഹിണി ജോലിക്കൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. അങ്ങനെ ഒരു ഇന്റർവ്യൂവിലാണ് രോഹിണി ഡേവിഡിനെ പരിചയപ്പെടുന്നത്. കല്യാണ തട്ടിപ്പിന്റെ മെയിൻ ആളായിരുന്നു ഡേവിഡ്. ആദ്യമൊന്നും രോഹിണി സമ്മതിക്കുന്നില്ലെങ്കിലും അമ്മയ്ക്ക് വയ്യാതെ പൈസ വേണ്ടി വരുന്നതോടെ ഡേവിഡിന്റെ കൂടെ കല്യാണ തട്ടിപ്പിന് അവളും കൂട്ടുചേരുന്നു. അവൾ നിർത്താൻ ശ്രമിച്ചെങ്കിലും ഡേവിഡ് അമ്മയെയും അരുളിനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് അവൾ പറയുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ജീവൻ എന്ന ആളും ഇതിലുണ്ട്. ജീവനും ഡേവിഡുമാണ് ഇത് നടത്തുന്നതെന്നൊക്കെ അവൾ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ മനോജ് ഞെട്ടുന്നുണ്ട്. മനോജും ജീവനും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ജീവനെ കൊടുക്കണമെന്ന് മനോജ് തീരുമാനിക്കുന്നു. അതിനായി അവർ ഒരു പ്ലാൻ ഇടുന്നുണ്ട്. രോഹിണി കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയെന്ന് വരുത്തി തീർക്കാം. അവളെ അന്വേഷിച്ച് ജീവനും ഡേവിഡും എന്തായാലും എത്തും. അപ്പോൾ അവർ പിടികൂടാമെന്ന് മനോജ് കരുതുന്നുണ്ട്. എന്നാൽ രോഹിണി അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു. സത്യത്തിൽ രോഹിണി പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. ആ കഥ മംഗല്യം എന്നൊരു സീരിയലിന്റെ കഥയായിരുന്നു. ജീവനും മനോജും തമ്മിൽ വഴക്കാണെന്ന് സ്റ്റേഷനിലെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് കൊണ്ടാണ് അവൾ ജീവന്റെ പേര് പറഞ്ഞത്. അങ്ങനെ അവൾ അവിടുന്ന് രക്ഷപ്പെട്ട് തമിഴ്നാട് തട്ടകമാക്കി തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ സിനിമ അവസാനിക്കുന്നു.